ഹലോ. നമ്മളിപ്പോ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ട്രേഡേഴ്സ് തമ്മിലുള്ള ഒരു പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. സോ അതെ ഇപ്പോഴാണ് റൈറ്റ് ടൈം വന്നത്. ആൻഡ് ദിസ് ഇസ് വിഘ്നേഷ് ആൻഡ് ഐ എം ജെസ്സി ഫ്രം സ്റ്റീവേർട്സ് അക്കാഡമി. അതെ ഹായ്. ജെസ്സി, ഹായ്. അങ്ങനെ ഫൈനലി നമ്മളൊരു പോഡ്കാസ്റ്റിൽ എത്തി അല്ലേ. അതെ ജെസ്സി, നമ്മളിപ്പം ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുമ്പം ഓരോ ആൾക്കാർക്ക് ഓരോരോ ഡിഫറെന്റ് ഐഡിയാസും കോൺസെപ്റ്റ്സും ഉണ്ട് അല്ലേ. ഡെയിലി നമ്മളിങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഉം. നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുന്ന എക്സ്പീരിയൻസിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് പല കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പം അങ്ങനെ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. കുറെ ആൾക്കാരുടെ മിത്തുണ്ട്, കുറെ ആൾക്കാർ ചിന്തിച്ചു വെച്ചിരിക്കണ കുറെ എന്താ പറയാ കോംപ്ലക്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്കിന്ന് ബ്രേക്ക് ചെയ്യാം. ഓക്കെ. അതെ തീർച്ചയായിട്ടും. അപ്പം ജെസ്സി, എങ്ങനെയായിരുന്നു ജെസ്സിയുടെ ജേർണി ഫോറക്സ് അല്ലെങ്കിൽ ട്രേഡിംഗിലേക്ക് എങ്ങനെയായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്ത്? ഞാൻ ആക്ച്വലി ട്രേഡിംഗിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു വർഷം ആവാൻ പോവാണ്. സോ ട്രേഡിംഗ് പഠിക്കുന്നതിന് മുമ്പും ട്രേഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്, അതിനുശേഷം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സോ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ട്രേഡിംഗ് പഠിക്കുന്നതിന് മുമ്പ് ഒരു ദിവസം $2,000 വരെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ആ സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഡെഫിനറ്റ്ലി ആ 2000 എങ്ങനെ ഇരട്ടി ഉണ്ടായിരുന്നു കൊണ്ട്, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആ $2,000 ടു ഉണ്ടാക്കിയത്? ബി ഹോണസ്റ്റ്, 2000 ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. ഓ, ബട്ട് ആ ഒരു സമയത്ത് നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് ഇല്ല, പ്രോപ്പർ സ്ട്രാറ്റജീസ് കാര്യങ്ങളൊന്നും നമ്മൾ ഫോളോ ചെയ്യാണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇനീഷ്യലി യൂട്യൂബ് നോക്കിയിട്ട് എങ്ങനെയാ പഠിച്ചു തുടങ്ങിയ? അല്ല, എനിക്ക് ആക്ച്വലി യൂട്യൂബോ എൻ്റെ ഒരു പ്ലാനിൽ ഉണ്ടായിരുന്നില്ലാത്തൊരു സംഭവമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓ സോ ഒരു ബ്രോക്കർ സ്കാം ത്രൂ ആണ് ഞാൻ ആക്ച്വലി ട്രേഡിംഗിലേക്ക് ഓ വന്നിട്ടുണ്ടായത്. റൈറ്റ്. ഇപ്പോ നമുക്കിപ്പോ യുഎയില് നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തില്ലെങ്കിലും നമ്മളടുത്ത് ഇങ്ങോട്ട് അതെ, വരാൻ ഇഷ്ടം ദിവസം പോലെ ഒരു 5-10 ആൾക്കാരുണ്ട്, കോൾസ് കോൾസ് വരാൻ നിർബന്ധമാണ്. അതെ അതെ ഫോറക്സ് ബ്രോക്കർ സ്കാംസ്. അപ്പൊ അതെ നോർമലി ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പം കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ് ഈ ബ്രോക്കർ എന്നെ പറ്റിച്ചു, അല്ലെങ്കിൽ അതെ. ഞാൻ ട്രേഡിംഗ് ചെയ്ത് ലോസ് ആയി. പക്ഷെ ആൾക്കാർക്ക് പോലും പലപ്പോഴും അറിയാറില്ല അവർ പറ്റിക്കപ്പെടുവാണെന്നുള്ളത്. അതെ ഇവര് പറയുന്ന സീരിയസ്. ഈ റാൻഡം ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബ്രോക്കറിൽ പോയിട്ട് കുറച്ച് ഫണ്ട് ഇടും, ആദ്യം ഒരു $1,000 ഇടും, പിന്നെ അതിന് കുറച്ച് പ്രോഫിറ്റ്സ് ഇവർ കാണിച്ചു കൊടുക്കും. കാണിച്ചു കൊടുക്കും ഇനീഷ്യലി. അതെ, പിന്നെ കൂടുതൽ ഡെപ്പോസിറ്റ്സ് ഇടും, പിന്നെ അവസാനം ഇവരേതെങ്കിലും ഒരു ടെലിഗ്രാം ചാനലിലൂടെ ഒക്കെ ആയിരിക്കും ഇത് കാണുന്നതും പരിചയപ്പെടുന്നതും, മറ്റുള്ള ആൾക്കാർ പ്രോഫിറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയെന്ന് കാണും. അവസാനം ഇവര് എത്തുമ്പോൾ മനസ്സിലാവും പറ്റിക്കപ്പെട്ടു. അത് റിക്കവർ ചെയ്യാൻ പിന്നെ പഠിക്കാൻ തുടങ്ങുന്ന ആൾക്കാർ. ബട്ട് ചില ആൾക്കാരുടെ കേസിൽ ഇങ്ങനെ ലൈക്ക് വൺസ് ഒരു ബ്രോക്കർ സ്കാമിൽ വിട്ടു, പൈസ പോയി, രണ്ടാമതും അടുത്ത ബ്രോക്കർ അന്വേഷിച്ച് പോകുന്ന ആൾക്കാരും ഉണ്ട്. ലൈക്ക് അതെ ഇനി നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടോ, സ്റ്റിൽ എപ്പോഴും നമുക്ക് പഠിക്കണം, ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് റിയലൈസ് ചെയ്യാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അതെ ആക്ച്വലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ആക്ച്വലി എനിക്ക് സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്റ്റിൽ ഞാൻ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ ഞാൻ പ്രോഫിറ്റ്സ് ഉണ്ടാക്കി, അതിന്റെ 4 ഇരട്ടി എനിക്ക് ലോസ് ആയി. ബട്ട് സ്റ്റിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഉം. ലൈക്ക് നമുക്ക് ലോസ് വരുന്നുണ്ടെങ്കിലും നമുക്ക് പ്രോഫിറ്റും ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതെ അതെ സോ ഇതിന്റെ ഒരു പോസിബിലിറ്റി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇതൊരു പ്രോപ്പറായിട്ട് പഠിക്കാമെന്ന് ഫൈനലി ഡിസൈഡ് ചെയ്തത്. അതെ, എക്സാക്ട്ലി. ആൻഡ് ഓൾസോ പൊതുവെ ആൾക്കാർ ഈ ട്രേഡിംഗ് അല്ലെങ്കിൽ ഈ ബ്രോക്കറിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എളുപ്പമാണ്, എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാം എന്ന് പറയുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ സ്കാമിൽ പോയി പൈസ നഷ്ടപ്പെടുത്താറ്. കാരണം ഒബ്വിയസ്ലി ഒരു കോഴ്സ് എടുക്കണം അല്ലെങ്കിൽ ഒരു മെന്റർഷിപ്പ് എടുക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി ഒരുപാട് സ്കാം ആയിട്ട് എടുക്കുന്ന ഒരുപാട് കോഴ്സ് സ്ഥാപനങ്ങൾ എനിക്ക് പേഴ്സണലി അറിയാം, അതേമാതിരി തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആൾക്കാർക്ക് പഠിക്കാതെ എളുപ്പത്തിൽ ട്രേഡിംഗ് പഠിച്ച് കുറച്ച് സിഗ്നൽസും കുറച്ച് എന്താ പറയാ ആൾക്കാർ എനിക്ക് ഒരാൾ പറഞ്ഞുതരും എവിടെ ബൈ ചെയ്യണം, എവിടെ സെല് ചെയ്യണം, സെല് ചെയ്യണം എവിടെ എന്നുള്ളത്. എളുപ്പത്തിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഉള്ള ഡെപ്പോസിറ്റ് മൊത്തം ഇടും. പക്ഷെ ഇയാൾ അറിയുന്നില്ല, ഇയാൾ ഏത് നിമിഷം ആ ബ്രോക്കർ അക്കൗണ്ടിൽ പൈസ ഇട്ടോ അന്ന് അയാളുടെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെ. അതെ പിന്നെ എനിക്ക് അതെ ഇത് റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ, ഇപ്പൊ പല ആൾക്കാർ പല ബേസിക് കോഴ്സസ് പഠിച്ച് ട്രേഡ് ചെയ്യുന്നവരുണ്ട്, അഡ്വാൻസ് ലെവലിൽ പഠിച്ച് ട്രേഡ് ചെയ്യുന്നവരുണ്ട്, ചില ആൾക്കാർ യൂട്യൂബ് മാത്രം നോക്കിയിട്ട് ട്രേഡിങ്ങിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. സോ ശരിക്കും ഒരു പ്രോപ്പർ റീറ്റെയിൽ ട്രേഡർ ആവാൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മൾ എന്താണ് ആക്ച്വലി പഠിക്കേണ്ടത്? ശരിക്കും പറയുകയാണെങ്കിൽ ഡിപ്പെൻസ് ആണ്. പക്ഷെ എന്നിരുന്നാലും നമ്മളിപ്പോ സിമ്പിളായിട്ട് പറയാം. ഇപ്പൊ നമുക്ക് ജെസിക്കൊക്കെ കുക്കിംഗ് ഇഷ്ടപ്പെട്ട ഒരു ഇതല്ലേ. അതെ അപ്പൊ കുക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ. അതെ പക്ഷെ നമ്മളെല്ലാവരും ഇപ്പൊ ഒരു പുതിയൊരു ഡിഷ് ഫാമിലിക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ പുതിയൊരു സാധനം കുക്ക് ചെയ്യണം, ഒരു റെസിപ്പി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം റെഫർ ചെയ്യുന്നുണ്ടാവുക ഈ യൂട്യൂബും ChatGPT ഒക്കെയാണ്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് അവരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡിഷ് പ്രിപ്പയർ ചെയ്യും. ചിലപ്പോൾ സക്സസ്ഫുൾ 90% നമ്മൾ സക്സസ്ഫുൾ ആവും, മേ ബി എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പം പക്ഷേ ഒരു ഷെഫ് ആവണമെന്നുണ്ടെങ്കിൽ
നമുക്ക് യൂട്യൂബ് നോക്കിയിട്ടല്ല നമ്മൾ ഷെഫ് ആവാൻ പഠിക്കുന്നത്. അതൊരു പ്രൊഫഷണൽ കരിയറാണ്. അതെ. അതിൽ നിന്ന് നമുക്കൊരു ഇൻകം കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ഷെഫ് ആവാനുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസും അക്കാഡമീസും ഇപ്പൊ നിലവിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ആൾക്കാരെ പല ഇന്റർനാഷണൽ ലെവലിൽ ഹൈ പെയ്ഡ് ആയിട്ടുള്ള ഷെഫ്സ് ഉണ്ട്. പക്ഷേ ദാറ്റ് ഡസൻ മീൻ അത് മാത്രമല്ല ഒരു വഴി എന്ന് പറയുന്നത്. ചില ആൾക്കാരുണ്ടാവും എക്സെപ്ഷണൽ സ്കിൽസ്, അല്ലെങ്കിൽ പഠിക്കാൻ കോംപ്ലക്സ് ആയിട്ടുള്ള മാത്സും അതേമാതിരി തന്നെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക്, ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ട്രേഡിംഗിൽ ഈ പറയുന്ന അക്കാഡമീസും മെന്റർഷിപ്പും ഇല്ലാതെ സക്സസ്ഫുൾ ആവുന്ന ഒരു വിഭാഗം 5 to 10%, മേ ബി ഒരു 5% ആൾക്കാരുണ്ട് സ്വന്തമായിട്ട് സെൽഫ് ലേൺഡ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡേഴ്സ്. സോ ഡസൻ മീൻ അതായത് നമ്മളൊരു മെന്റർഷിപ്പ് എടുത്തിട്ട് നമ്മൾ ട്രേഡർ ആവും എന്നുള്ളതല്ല. പക്ഷേ നമുക്ക് സമയം നഷ്ടം, പൈസ നഷ്ടം, ഈ രണ്ട് കാര്യങ്ങൾ. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഒരു കോൺസിസ്റ്റന്റ് ഇൻകം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പെർട്ടിക്കുലർ ആയിട്ട് റിസ്ക് മാനേജ്മെന്റും എന്തായാലും ഫോളോ ചെയ്യണം. കാരണം ഒരു ബിഗിനർ യൂട്യൂബ് നോക്കി ആദ്യം ട്രേഡിംഗ് പഠിക്കേണ്ടവ എങ്ങനെ, ആദ്യം കാണുന്ന തമ്പ്നെയില് ഞാൻ $10,000 ഉണ്ടാക്കി, ഇതാണ് എന്റെ സ്ട്രാറ്റജി. അപ്പൊ അത് കാണും. അത് 2-3 ദിവസം കുറച്ചൊരു $100 ഒക്കെ ഇട്ടിട്ട് ട്രേഡ് ചെയ്ത് കുറച്ച് പൈസ ഇതാവും. പിന്നെ പൈസ കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ വേറൊരു തമ്പ്നെയിൽ കാണും. അങ്ങനെ യൂട്യൂബ് ടു വീഡിയോ ഇവരെ ചെയ്തു പോകുമ്പം ഭയങ്കര കുറെ കാര്യങ്ങൾ ഇവർ എക്സ്പീരിയൻസ് ചെയ്യും. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ഇവർ പ്രോഫിറ്റബിൾ അല്ല. ഇവർക്ക് വേണ്ട എന്താണ് കോൺസെപ്റ്റ് എന്നുള്ളത് ഇവർക്ക് എന്താ മനസ്സിലാക്കാൻ, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതൊരു വലിയൊരു ഇതാണ്. കാരണം ഒരുപാട് ഇൻഫർമേഷൻസ് വരുമ്പം അതിൻ്റെ അകത്ത് ഏതാണ് എനിക്ക് സക്സസ്ഫുൾ ആവാൻ പഠിക്കേണ്ടത്. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു അക്കാഡമി ചേർന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സ്ട്രാറ്റജി പഠിച്ചത് കൊണ്ട് മാത്രം നമ്മളൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവുന്നില്ല. നല്ല എക്സ്പീരിയൻസ് വേണം, റിസ്ക് മാനേജ്മെന്റ് വേണം, നല്ല ഇമോഷണൽ സൈക്കോളജി, ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യണം. ഒരു മെന്ററിന്റെ സഹായം ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാം. കാരണം ആ ഒരു മെന്റർ ഇതേ ഫേസിലൂടെ പല വർഷങ്ങൾ പൈസ നഷ്ടപ്പെടുത്തി എക്സ്പീരിയൻസിലൂടെ പഠിച്ച ആൾക്കാരാണ് ഈ പറയുന്ന മെന്റേഴ്സ്, നല്ല മെന്റേഴ്സ്, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ആൾക്കാർ. അവരേന്ന് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി ആ പ്രോസസ്സ് ഈസി ആക്കാനും സ്പീഡപ്പ് ചെയ്യാനും പറ്റും. പിന്നെ സ്റ്റിൽ ഇപ്പോൾ മാർക്കറ്റിലാണെങ്കിലും ഡെയിലി ബേസിൽ ഓരോ മാനിപ്പുലേഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് എപ്പോഴും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗൈഡ് കൂടെ ഉണ്ടാവണതും കുറച്ചുകൂടെ നല്ല കാര്യം, ഏറ്റവും നല്ലതാണല്ലോ. കാരണം വെച്ചാൽ നമ്മളിപ്പം UAE തന്നെ നമുക്ക് നോക്കാം. നമ്മളെ ഡ്രൈവിംഗ്, നമ്മുടെ നാട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ഒരു 10-15,000 രൂപ മതി. ഇവിടെ ആൾക്കാർ അതേ ഡ്രൈവിംഗ് ലൈസൻസിന് 2-2.5 ലക്ഷം രൂപ കൊടുത്തിട്ട്, അതായത് ഇതൊന്ന് 4,000 dirhams to 8,000 dirhams വരെ അതെ ആൾക്കാർ പൈസ കൊടുത്തിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇനീഷ്യലി തന്നെ ഫെയിലിയർ ആയി 10-20 പ്രാവശ്യം ഫെയിൽ ആയിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്ന ആൾക്കാർ എനിക്ക് പേഴ്സണലി അറിയാം. കാരണം ഇവിടെ ആ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അൺലോക്ക് ആവുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഡിഫറെന്റ് ആണ്. പക്ഷേ ആരും യൂട്യൂബ് നോക്കിയിട്ടല്ല ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തത്, അല്ലെ? എല്ലാവരും ഒരു പൈസ കൊടുത്തിട്ട് തന്നെയാണ് പ്രൊഫഷണലി ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട്. കാരണം ആൾക്കാർക്ക് പേടിയാണ് ഫെയിൽ ആയി പോകുന്നുള്ളത്. കാരണം ഇവിടെ അത്രയും റെഗുലേറ്റഡ് ആണ്, റൂൾസ് കാര്യങ്ങൾ ഫോളോ ചെയ്യുക. പെട്രോളിനേക്കാളും കൂടുതൽ, നാട്ടിലെ പെട്രോളിനാണ് പൈസ ചെലവ്, ഇവിടെ പെട്രോളിനേക്കാളും കൂടുതൽ ഫൈനിനാണ് ആൾക്കാർക്ക് പൈസ ചെലവ്. ആൾക്കാർ തെറ്റ് ചെയ്യുന്നോണ്ടാണ്. സോ നമ്മൾ ഈ റെഗുലേഷൻ ബേസ് സംസാരിച്ചുകൊണ്ടാണ് ഇപ്പൊ UAE പോലെ ഒരു സ്ഥലത്ത് ഒരു ബ്രോക്കറിനെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി എന്തിന്റെ ബേസിലാണ് നമ്മൾ ഒരു ബ്രോക്കറിനെ സെലക്ട് ചെയ്യണത്? ഇപ്പൊ UAE എന്നല്ല, നമുക്കിപ്പം അക്രോസ് ദ ഗ്ലോബ് നമുക്ക് ഇതൊരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ്. അതായത് ഫോറക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAE മാത്രമല്ല, അല്ലെങ്കിൽ ഒരു രാജ്യം മാത്രം ഗവേൺ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് അല്ല, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ്. ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കംപ്ലീറ്റ്ലി നോക്കി നടത്തുന്നത് ആ രാജ്യത്തെ സെബിയും RBI ആണ്. അപ്പം ആ രാജ്യത്ത് ഒരു ഗവേണിംഗ് ബോഡി ഉണ്ട്. പക്ഷെ ഇവിടേക്ക് വരുമ്പം ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് സിസ്റ്റം, അതായത് ചില രാജ്യങ്ങളിൽ ഇപ്പം പറയുകയാണെങ്കിൽ US, UK, ഓസ്ട്രേലിയ, UAE, മലേഷ്യ, ഇങ്ങനത്തെ വലിയ വലിയ കൺട്രീസിലുള്ള ചില റെഗുലേറ്ററി ബോഡീസ് അവിടുത്തെ റെഗുലേഷൻസ് ഫോളോ ചെയ്യാറുണ്ട്. ഇപ്പം ജെസി പറഞ്ഞ പോലെ തന്നെ UAE നോക്കുവാണെങ്കിൽ സ്കാ എന്ന് പറയുന്ന ഒരു റെഗുലേഷൻ ഒരു ബ്രോക്കറിന് ഉണ്ടാവണം നിർബന്ധമാണ്. അപ്പൊ നമുക്ക് UAE തന്നെ ഇപ്പം കഴിഞ്ഞൊരു വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുവാണെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് 10,000-15,000 ബ്രോക്കേഴ്സ് പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം പൈസ ഉള്ള ആർക്കും വന്ന് ഓപ്പൺ ചെയ്ത് ആൾക്കാരെ പറ്റിച്ചു പോവാം എന്ന് പറയുന്ന ഫീൽഡ് ഓഫ് ആൾക്കാരും ഉണ്ട് ഇവിടെ. പക്ഷേ സ്കാ എന്ന് പറയുന്ന റെഗുലേഷൻസ് കിട്ടിയത്, കാരണം ദുബായ് നമുക്കറിയാം അത്രത്തോളം സ്ട്രിക്റ്റ് ആണ്. ഒരു സംഭവം പോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ പിന്നെ നമ്മൾ മോണിറ്റർ ചെയ്യാതെ നമ്മൾ എന്തെങ്കിലും ഓഡിറ്റിങ് എന്തെങ്കിലും ഒരു മിസ്മാച്ച് ഉണ്ടെങ്കിൽ വലിയ ഫൈൻ കൊടുക്കേണ്ടി വരും. ഈ സ്കാ റെഗുലേഷൻ ഉള്ള ബ്രോക്കേഴ്സ് തന്നെ വളരെ ചുരുക്കം ബ്രോക്കേഴ്സ് UAE-ലുള്ളൂ. ഇപ്പൊ നമ്മളൊരു 10 പേരോട് സംസാരിച്ച 10 പേരും പറയുന്ന ബ്രോക്കേഴ്സ് 10 പേരായിരിക്കും. അതെ, കുറെ ബ്രോക്കേഴ്സ് ഉണ്ടായിരിക്കും. അതെ, ഇപ്പൊ നമുക്ക് നാട്ടിലാണെങ്കിലും ഇപ്പം ഒരുപാട് പുതിയ എന്താ പറയുക, ഈ ബ്രോക്കേഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയും ആൾക്കാരെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുക. ഇനീഷ്യലി ക്ലാസ്സസ് കൊടുക്കുന്നത് ഫ്രീ ആയിട്ട്, പിന്നെ അവരെ
കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. അങ്ങനെ ജെന്യുവൻ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, ഇല്ല എന്നല്ല. നല്ല അക്കാഡമി, നല്ല എഡ്യൂക്കേഷൻ, ആൾക്കാർക്ക് പ്രോഫിറ്റബിലിറ്റി കൊടുക്കണം നല്ല സ്ഥലങ്ങളും എനിക്കറിയാം. പക്ഷെ അതല്ലാതെ ഒരു 90% ആൾക്കാരും ഈ പറയുന്ന ആൾക്കാരെ കൊണ്ട് ഡെപ്പോസിറ്റ് എടുപ്പിച്ച് അതിന്ന് ബാക്ക് എൻഡിൽ ഇവർ പോലും അറിയാതെ, അതായത് ഇടുന്ന ക്ലയന്റിന് പോലും അറിയാതെ ബാക്ക് എൻഡിൽ നിന്ന് പൈസ എടുത്തു കൊണ്ടുപോണ ഒരുപാട് അതെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നമ്മളൊരു ബ്രോക്കർ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് റെഗുലേറ്റഡ് ആണോ, അതിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അവരുടെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും, സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ലൈക്ക് കുറെ പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ സ്റ്റോപ്പ് ലോസ് വെക്കാതെ ട്രേഡ് ചെയ്യുന്നത് ശരിക്കും നല്ലതാണോ അതോ, കാരണം ഞാൻ ഇപ്പൊ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ എനിക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നുണ്ട്, സോ ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കാണ്ടാണ് ട്രേഡ് ചെയ്യണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ശരിക്കും വിഘ്നേഷിന്റെ പെർസ്പെക്റ്റീവില് സ്റ്റോപ്പ് ലോസ് ലൈക്ക് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? സ്റ്റോപ്പ് ലോസ് വെക്കണോ വെക്കണ്ടയോ? സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നോർമലി നമുക്ക് അറിയാം, നാട്ടിലൊക്കെ ഒരു ഡ്യൂക്ക് വാങ്ങിക്കഴിഞ്ഞാൽ, ഒരു ബൈക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പൊതുവെ ഹെൽമെറ്റ് ഇടാറില്ല എന്ന് പറയാനുള്ള റീസൺ എന്താ? സ്റ്റൈല് പോവും എന്നുള്ളതാണ്. സ്റ്റൈല് പോവും, അല്ലെങ്കിൽ മുടി കേടാവും എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും, അതിപ്പം യങ്ങർ ജനറേഷൻസ് മാത്രമല്ല പ്രായമുള്ള ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞിട്ട്, ചൂടാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഹെൽമെറ്റ് ഇടാതെ അത്രയും റിസ്ക്. കാരണം ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് ആക്സിഡൻസ് നടക്കണ സംഭവം റോഡ് ആക്സിഡൻസ് ആണ്. ഫ്ലൈറ്റോ ബോട്ടോ ഷിപ്പോ വേറെ ഒന്നുമല്ല, റോഡ് ആക്സിഡൻസ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്നത്. എന്നിട്ടും ഈ പറയുന്ന റിസ്ക് അറിഞ്ഞിട്ടും ആൾക്കാർ ബൈക്കിൽ ഹെൽമെറ്റ് ഇടാതെ സഞ്ചരിക്കാറുണ്ട്, ട്രിപ്പിൾസ് എടുത്ത് പോകാറുണ്ട്. ഇതേമാതിരി തന്നെ ഒരു സാധനം കോംപ്രമൈസ് ചെയ്യാണ്, നമ്മുടെ ലൈഫോട് കോംപ്രമൈസ് ചെയ്യാണ് ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ നഷ്ടപ്പെടില്ല എന്നുള്ളൊരു ഫേക്ക് ഒരു മണ്ടത്തരം കൊണ്ട് ആൾക്കാർ പൊതുവെ സ്റ്റോപ്പ് ലോസ് വെക്കാറില്ല. എനിക്ക് ലോസ് ആവാൻ ആൾക്കാർ പൊതുവെ ആൾക്കാരുടെ എന്താ പറയാ പൈസേനോടുള്ള ഒരു പെർസ്പെക്റ്റീവാണ്, ഞാൻ ജയിക്കാൻ മാത്രമേ ട്രേഡിംഗിൽ, എനിക്ക് അതേ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓൺലി പ്രോഫിറ്റ്സ് മാത്രം, ലോസസ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു ബേസിക് കോംപ്രമൈസ് ഇല്ലാത്ത ഒരു, എസ്പെഷ്യലി മലയാളീസ് ഭയങ്കര സ്റ്റബേൺ ആണ്. അതായത് തോറ്റു കൊടുക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു വാശിപ്പുറത്ത് ഇവര് സ്റ്റോപ്പ് ലോസ് വെക്കില്ല. മലയാളീസ് മാത്രമല്ല, പൊതുവെ എല്ലാവരും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഈ സ്റ്റോപ്പ് ലോസ് വെക്കാത്ത മെയിൻ റീസൺ നമുക്ക് ആ വാശിയാണ്. നമുക്ക് ലോസ് ആവാൻ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ മുകളിൽ പോവും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് ക്യാപിറ്റൽ വാഷ് ഔട്ട് ആകുമ്പോഴേക്കും പോയി. ശരിക്കും ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാല് ഏതൊരാളുടെ ട്രേഡിങ്ങും അല്ലെങ്കിൽ വാഷ് ഔട്ട് ആയി പോകുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് ഇല്ലാത്ത തന്നെയാണ്. നമ്മളിപ്പം ബൈക്ക് പോകുമ്പോൾ ഹെൽമെറ്റ് എന്തുകൊണ്ട് വെക്കുന്നത്? നമുക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പം അതിനെ ഹെഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ക്യാപിറ്റൽ മൊത്തമായിട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ചെറിയ റിസ്ക് എങ്കിലും നമ്മൾ എടുക്കുന്നത്. റിസ്ക് എടുക്കാതെ ഒരിക്കലും ഒരാൾക്കും ഒരു ബിസിനസ്സിലും, അത് ട്രേഡിംഗ് അല്ല ഏത് ബിസിനസ് എടുക്കുവാണെങ്കിലും പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആൾക്കാർ മെയിൻ കൺസെപ്ഷൻ അത് പറഞ്ഞപ്പോഴാണ് ആൾക്കാരുടെ മെയിൻ തോട്ടാണ്, പൊതുവെ ട്രേഡിംഗ് പഠിക്കാൻ എനിക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് വർക്കിന്റെ കൂടെ ട്രേഡിംഗ് എന്ന് പറഞ്ഞ സാധനം എനിക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ നോർമലി പറയുന്ന ഒരു സംഭവമാണ്, എനിക്ക് കുറച്ച് ഇപ്പൊ ഫ്രീ അല്ല, ഞാൻ അടുത്ത മാസം നോക്കാം, അല്ലെങ്കിൽ കുറെ ആൾക്കാരുടെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ, അതായത് പൊതുവെ സിനിമ. എനിക്ക് തോന്നുന്നു ഈ ഒരു പെർസ്പെക്റ്റീവ് വരുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ റീൽസിലൊക്കെ കാണുന്നത് ഫുൾ ടൈം നിറച്ച് ബിഗ് സ്ക്രീനിന്റെ മുന്നിൽ ഫുൾ ടൈം ഇരിക്കുന്ന ട്രേഡേഴ്സിനെയാണ്. അപ്പൊ എല്ലാവരുടെയും തോട്ട് വന്നിരിക്കുന്നത് അങ്ങനെയാണ്, ലൈക്ക് ഫുൾ ടൈം ഈ മോണിറ്ററിന്റെ ഫ്രണ്ടിൽ ഇരുന്നാൽ തന്നെയാണ് നമ്മൾ പ്രോഫിറ്റബിൾ ആവുള്ളൂ, അതാണ് ഒരു പ്രോപ്പർ ട്രേഡർ എന്നാണ് കൂടുതൽ ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് ഇതിന്റെ മെയിൻ കാര്യം. 4-5 സ്ക്രീൻ വെക്കുക, രാവിലെ തൊട്ട് രാത്രി വരെ ഈ ചാർട്ടിന് മുന്നിലിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ട്രേഡ് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ആൾക്കാരാണ് കൂടുതൽ ടൈം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യാറ്. അത് പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുകയാണെങ്കിൽ നമുക്ക് പ്രീവിയസ്ലി ടോപ്പ് ഡൗൺ അനാലിസിസ് ഒക്കെ ചെയ്ത് വെച്ച് മാർക്കറ്റിനെ കുറച്ചും കൂടി പഠിച്ച ശേഷം എവിടെ എൻട്രി എടുക്കണം എന്ന് അലേർട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരുപാട് ഈസി ആയിട്ട് നമുക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാം. മൊബൈൽ ഫോൺ, അതെ, ഫോറക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ്, സ്റ്റോപ്പ് ലോസ്, സെൽ സ്റ്റോപ്പ്, ബൈ സ്റ്റോപ്പ്, കുറെ ഫീച്ചേഴ്സ്, ഫോറക്സിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ബാക്കിയുള്ള ഏത് മാർക്കറ്റെന്ന് ഞാൻ മനസ്സിലാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൈം എന്ന് പറയുന്ന ഒരാൾ എക്സ്ക്യൂസ് പറയുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇത് അറിയാത്തതുകൊണ്ട് തന്നെയാണ്. കാരണം 24 hours ആണ് മാർക്കറ്റ്. പിന്നെ നമുക്ക് ഒരുപാട് നല്ല ലിക്വിഡിറ്റി മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഒരുപാട് നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസും എന്താ പറയുക കൂടുതൽ. പൊതുവെ മറ്റുള്ള മാർക്കറ്റിൽ ചിലപ്പം രാവിലെ ഇരുന്നിട്ട് ഉച്ചവരെ ഇരിക്കേണ്ടി വരും, പക്ഷെ ചിലപ്പം 2 ആഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വരും ഒന്ന് പ്രോഫിറ്റബിൾ ആവാൻ. പക്ഷെ അതേ ടൈമിൽ നമുക്ക് ഫോറക്സിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു 15-30 മിനിറ്റ്സിന്റെ ഉള്ളിൽ നമുക്ക് സെയിം റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് ഫോറക്സിന്റെ മാത്രമുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 7 trillion പ്ലസ് ഡെയിലി ട്രാൻസാക്ഷൻ, $US ട്രാൻസാക്ഷൻസ് ഇപ്പം ഫോറക്സ് മാർക്കറ്റിലുണ്ട്. നമ്മളെ അനാലിറ്റിക്സ്, നമ്മളെ റിസർച്ച് ടീം പ്രിഡിക്ട് ചെയ്യണത് വിത്തിൻ 2030 ഒരു ഓൾമോസ്റ്റ് ഒരു $100
$1 trillion ട്രാൻസാക്ഷൻസിലേക്ക് എത്തും എന്നുള്ളതാണ്. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇവിടെ UAE-ലുള്ളവർക്കും ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ പേര് ഇപ്പോൾ ഫോറക്സിലേക്ക് വരുന്നുണ്ട്. ലൈക്ക് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഫുൾ ടൈം നമുക്ക് ഈ ഒരു മോണിറ്ററിന്റെ ഫ്രണ്ടിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 1 hour സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോൺസിസ്റ്റന്റ് ഇൻകം നമുക്ക് റിട്ടേൺസ് എടുക്കാൻ പറ്റുന്നുള്ള രീതിയിൽ ഇപ്പൊ കുറെ പേര് UAE-ലുള്ളവർ തന്നെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഫോറക്സിന്. അതെ, കുറെ ആൾക്കാർ ഇപ്പം UAE-ലാകുമ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം ഇവിടുത്തെ എക്സ്പെൻസസ്, എക്സ്പെൻസസ്. അതേമാതിരി തന്നെ സാലറി ഒക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകം കൊണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഒരിക്കലും ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവാൻ അത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പം ചില ആൾക്കാർ പ്രോപ്പറായിട്ട് മണി മാനേജ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, വർഷങ്ങളായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ട് മേ ബി ഒരു നല്ലൊരു ലൈഫ് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. പക്ഷെ 99% ആൾക്കാർ, എസ്പെഷ്യലി ഇപ്പോഴത്തെ ജനറേഷൻസ് അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മളെ പാരൻസിൻ്റെ ഒക്കെ ജനറേഷനിലുള്ള ആൾക്കാർ പ്രോപ്പറായിട്ട് മണി മാനേജ് ചെയ്യാൻ നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പഠിക്കുന്നില്ല. ഇതിന്റെ കാരണം കൊണ്ട് തന്നെ ട്രേഡിംഗിലേക്ക് വരും. ട്രേഡിംഗ് എന്ന് പോട്ടെ, നോർമലി നമ്മളെ സാലറി നമുക്കിപ്പോൾ ഒരു മാസം ഒരു ലെറ്റ്സ് ഒരു 5,000 10,000 ദിർഹംസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ഒരു മന്ത് എൻഡ് ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 80-90% സ്പെൻഡ് ചെയ്ത് കളിയാണ് ചെയ്യുന്നത്. പക്ഷേ ചോദിക്കുമ്പോൾ പൈസ എവിടെ പോയി എന്ന് അറിയുന്നില്ല. അതെ. സോ ഇപ്പൊ ഇങ്ങനെ ഈ റീൽസ് ഒക്കെ കണ്ടിട്ട് ഫുൾ ടൈം നമ്മൾ മോണിറ്ററിന്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് കാരണം തന്നെ മിക്ക ആൾക്കാരും ഇപ്പോൾ ട്രേഡ് ചെയ്യണത് ലൈക്ക് സിഗ്നൽസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ എല്ലാവരും ചോദിക്കണ ഒരു കാര്യം ഇതാണ്, നമുക്ക് സിഗ്നൽസ് തരാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. പഠിക്കാൻ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഒരാൾ എപ്പോഴും സിഗ്നൽസ് തരുന്നുണ്ടല്ലോ എന്നുള്ളത്. അതെ, അപ്പൊ അതിന്റെ ഒരു സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്രേ ഉള്ളൂ. നമ്മളിപ്പം ഒരു ഡ്രൈവ് ചെയ്യാൻ ഒരു ഡ്രൈവറിനെ വെക്കുമ്പം നമുക്ക് ആ ഒരു സ്കില്ലിനോട് പാഷൻ, നമ്മൾ ഒരിക്കലും ആ സ്കില്ല് പഠിക്കത്തില്ല. നമുക്ക് ഒരു വലിയ ലംബോർഗിനി വാങ്ങി വെച്ചിട്ട് അത് ഓടിക്കാൻ അറിയില്ലെങ്കിൽ വാട്ട്സ് ദ ഫൺ? അതെ, നമ്മൾ എപ്പോഴും പറയണ പോലെ വി ക്യാൻ ഏൺ ഫ്രം സിഗ്നൽസ് ബട്ട് വി കാൺ ലേൺ ഫ്രം സിഗ്നൽസ്. അതാണ് സത്യം. കാരണം ഇപ്പൊ നമുക്കിപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആരെയും ട്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴും ഒരാളെ എത്രത്തോളം നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സിഗ്നൽസിനെ വെയിറ്റ് ചെയ്തിരിക്കും. സോ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിപ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, ഇനീഷ്യലി നമ്മൾ ഇതിന്റെ സ്കിൽസ് പഠിച്ച ശേഷം എന്നിട്ട് നമ്മൾ ഈ പറയുന്ന ഫെസിലിറ്റീസ് അതും ജെന്യുവിനായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ സ്കാം ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇതിനെ സിഗ്നൽസ് വെച്ചിട്ട് ആൾക്കാരെ കൊണ്ട് കൂടുതൽ ട്രേഡ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ ആലോചിക്കണത്, ഇപ്പൊ ഒരാൾ സിഗ്നൽസ് തരുവാണെങ്കിൽ പോലും ആ സിഗ്നൽസ് കറക്റ്റ് ആണോ എന്ന് അനലൈസ് ചെയ്യാനുള്ള സാമാന്യ ബോധമെങ്കിലും നമുക്ക് വേണം. അല്ലാതെ നമ്മൾ ബ്ലൈൻഡ്ലി നമുക്ക് ഒരിക്കലും ഒരാളെ ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മളുടെ ഹാർഡ് ഏൺ മണി വെച്ചിട്ട് ഒരു സിഗ്നൽസ് വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അതെ, ഒന്നെങ്കിൽ നല്ല ട്രാക്ക് റെക്കോർഡ് ഉണ്ടാവണം. നമ്മളിപ്പോ ഈ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ട്രാക്ക് റെക്കോർഡ് ഉണ്ടാവണം. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ പഠിക്കാൻ തീരെ പറ്റാത്ത ആൾക്കാരുണ്ട്. അതായത് ഇപ്പൊ ലെറ്റ്സ് വലിയ വലിയ ഹെഡ്ജ് ഫണ്ടുകൾ അല്ലെങ്കിൽ വെൽത്ത് മാനേജ്മെന്റ് കമ്പനീസ് ഒക്കെ നല്ല ജെന്യൂൻ ആയിട്ട് ചെയ്യണ കമ്പനീസ് ഉണ്ട്. ഈ പറയുന്ന ആൾക്കാർക്ക് ഫണ്ട് ഹാൻഡിൽ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. പക്ഷെ അതല്ലാതെ തന്നെ ഇപ്പൊ ഞാൻ പറയുന്നത് വളരെ ബേസിക് ആയിട്ട് ഇപ്പൊ ഈ ടെലിഗ്രാമിലും വാട്സാപ്പിലൊക്കെ കിട്ടുന്ന സാധനങ്ങളുണ്ടല്ലോ, അത് ജെന്യൂൻ ആണോ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബേസിക് അവയർനെസ് ഉണ്ടാവണം. ഇപ്പൊ നമ്മൾ സിഗ്നൽസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കുറെ പേര് ഈ AI ട്രേഡിങ്, റോബോട്ട് ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന കുറെ പേരുണ്ട്. എസ്പെഷ്യലി ചെറുപ്പക്കാരൊക്കെ കൂടുതൽ ആൾക്കാരെ കൂടുതൽ അട്രാക്ട് ആവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ശരിക്കും ഇതിന്റെ പുറകിലുള്ള ഒരു സംഭവം എന്താണ്? സംഭവം വെച്ച് കഴിഞ്ഞാല്, ഞാൻ റീസെന്റ് ഒരു വ്യക്തി എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഓൾമോസ്റ്റ് 50,000-55,000 ദിർഹംസ് ഇതേമാതിരി സ്കാമിൽ പോയി പെട്ടിട്ട്. പുള്ളിക്കാരൻ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ഒരു ആപ്പ് ഉണ്ട്, ഒരു ബ്രോക്കറിന്റെ അതേ ക്ലോൺ ആപ്പ്. ബ്രോക്കറിന്റെ പേരെന്താ ഞാൻ പറയുന്നില്ല, പക്ഷെ ആ ബ്രോക്കറിന്റെ അതേ ക്ലോൺ ആപ്പ് ഇവര് ക്രിയേറ്റ് ചെയ്ത്, സ്കാം ആൾക്കാർ ക്രിയേറ്റ് ചെയ്തിട്ട് ടെലിഗ്രാം വഴി ഇങ്ങനെ പ്രോഫിറ്റ്സ് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക. അതായത് ആൽഗോ ആണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞു നമ്മൾ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടുണ്ടാവും. അപ്പം ഈ പറയുന്ന ആപ്പിൽ ജസ്റ്റ് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഒരു ക്ലിക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ട്രേഡ് ആയിക്കോളും, നമുക്ക് ഈസിയാണ്. അപ്പം പുള്ളിക്കാരൻ ഇങ്ങനെ ഫണ്ടിട്ട് ഇനീഷ്യലി ഒക്കെ പ്രോഫിറ്റബിൾ ആയിരുന്നു. പിന്നെ ലോസ് ആകുമ്പോൾ ഇയാൾ ചോദിക്കല്ലോ, ഒബ്വിയസ്ലി നമ്മൾ ചോദിക്കും എന്താണ് ലോസ്. അപ്പം പറയും ഇനഫ് മാർജിൻ ഇല്ല അല്ലെങ്കിൽ ഇനഫ് ക്യാപിറ്റൽ ഇല്ല, അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി ഫണ്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഓവർനൈറ്റ് പൊസിഷൻ ഹോൾഡ് ആകും, അപ്പോൾ കുറച്ചും കൂടി പ്രോഫിറ്റ് കിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാളും 100% എക്സ്ട്രാ 2 days കൊണ്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യണ സ്കാമുകളുണ്ട്. ആൾക്കാർക്ക് പൊതുവെ ചിന്തിക്കുന്ന വെച്ചാൽ ഇപ്പൊ AI, ആൽഗോ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചീപ്പറായിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ സക്സസ്ഫുള്ളി ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, അയാളുടെ സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ചിലപ്പോൾ ജെന്യൂൻ ആയിട്ട് ചെയ്തതായിരിക്കാം. പക്ഷെ ട്രേഡിങ്ങിൽ നമുക്കറിയാം
ഇന്ന് പഠിച്ച കാര്യങ്ങളായിരിക്കില്ല 6 മാസം കഴിഞ്ഞാൽ ഉണ്ടാവുക. അതെ അപ്പൊ അതിന് മാർക്കറ്റ് അതിനനുസരിച്ച് ചേഞ്ച് ആവും. ചേഞ്ച് മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ അതിനനുസരിച്ച് പഠിച്ച് മനസ്സിലാക്കി നമ്മളെ വരുത്തുന്ന തെറ്റുകൾ തിരുത്താനുള്ള ബുദ്ധി നമുക്കുണ്ട്. പക്ഷെ ഈ ആൽഗോന്റെ അകത്ത് വെച്ച കണ്ടീഷൻസ് അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവില്ല. അപ്പം പൈസ ഇങ്ങനെ അടിഞ്ഞു പോകുന്ന കേസസും ഉണ്ട്. ഈ പറയണ ഈ AI ഇതൊക്കെ വരുന്ന പകർപ്പ് എന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മള് നൈക്കി, ജോർഡൻ അല്ലെങ്കിൽ റോളക്സിന്റെ ഒക്കെ ക്ലോണുകൾ നമുക്ക് കിട്ടുമല്ലോ ചെറിയ പൈസക്ക്. അതേമാതിരി തന്നെ ആൽഗോ AIന്റെ ഒക്കെ AI-യിലേക്കല്ല, ആൽഗോറിതമിക് ട്രേഡിംഗിന്റെ ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് സിസ്റ്റംസ് വലിയ വലിയ ഹെഡ്ജ് ഫണ്ടുകളും വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് ബില്യൺസ് അല്ലെങ്കിൽ എന്താ പറയാ മില്യൺസ് ഓഫ് ഡോളേഴ്സ് വില വരുന്ന സോഫ്റ്റ്വെയർസ് ആണ്. അവര് വലിയ ഫണ്ട് ഇട്ട് വലിയ ക്യാപിറ്റൽ ഇട്ടിട്ട് മാനേജ് ചെയ്യുന്ന സാധനങ്ങളെ ഇൻസ്പയർഡ് വേർഷൻസ് ആണ് ഈ പറയുന്ന ആൽഗോ എന്ന് പറഞ്ഞ പല സാധനങ്ങൾ നമുക്ക് കിട്ടണം. അപ്പൊ അവർക്ക് അത് പ്രോഫിറ്റബിൾ ആയിരിക്കും. അവരെന്നെ അത്രയും റിസ്ക് എടുത്തിട്ട് തന്നെ അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ട്രേഡേഴ്സ് വെച്ചിട്ടാണ് അവർ ആ ആൽഗോ ട്രേഡേഴ്സ് ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യണേ. അതല്ലാതെ മാനുവലി ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല. അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സ് എല്ലാം നോക്കാനും വാച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താ പറയാ ഒരു സോഫ്റ്റ്വെയർ ഒരു ബോട്ട് മരത്തൊരു സാധനത്തിന്റെ അത് ഫണ്ട് ഇട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ എളുപ്പമാണെങ്കിൽ എല്ലാവർക്കും അത് ചെയ്താൽ പോലെ. അതെ ഇപ്പൊ ഈ പറഞ്ഞ നോർമൽ ഒരാൾ അപ്രോച്ച് ചെയ്യുന്ന ഈ പറഞ്ഞ ബോട്ട് തുടങ്ങിയിട്ടുള്ള ആൾക്കാരില്ലേ, ബോട്ട് ത്രൂ ചെയ്യാമെന്നൊക്കെ പറയണവര്, അവർക്ക് ശരിക്കും അവര് തന്നെ ആയിരിക്കും ബ്രോക്കർ? അങ്ങനെയുള്ള ബ്രോക്കേഴ്സ് തന്നെ വേറെ പേരിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇത് റെഗുലേറ്റഡ് അല്ലാത്ത ബ്രോക്കേഴ്സ് എന്ത് ചെയ്യും, ഇതൊരു ഫീച്ചർ ആയിട്ട് ആഡ് ചെയ്ത് നമ്മൾ AI ട്രേഡിംഗ് ഉണ്ട് അല്ലെങ്കിൽ ബോട്ട് ട്രേഡിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ സെയിൽസ് ടീം അല്ലെങ്കിൽ ഇവരുടെ ആൾക്കാർ തന്നെ ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇവരുടെ ഡെപ്പോസിറ്റ്സ് ഇൻക്രീസ് ചെയ്യിപ്പിക്കും. ഇവരെത്രത്തോളം ഫണ്ട് ഇവരിലേക്ക് ക്യാഷ് ഇടുന്നോ അത്രയും പ്രോഫിറ്റ് ബ്രോക്കറിനാണ്. അതെ ഇപ്പം നമ്മളൊക്കെ ഡിജിറ്റലി കാണുന്നുണ്ട്. നമ്മളെന്താ വിചാരിക്കുക, നമ്മുടെ പൈസ അവിടെ തന്നെ ഉണ്ട്, എപ്പം വേണമെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്യാന്നുള്ളതൊക്കെ. വിഡ്രോവൽസിൽ വരുമ്പോഴാണ് നമ്മളൊരു ബ്രോക്കർ സ്കാം ആണോ അല്ലയോ നമുക്ക് മനസ്സിലാവുക. ചില ബ്രോക്കേഴ്സ് ഒക്കെ എന്ന് വെച്ചാൽ പ്രോബബ്ലി ഒരു ബിസിനസ് ഡേയ്സിന്റെ ഉള്ളിൽ തന്നെ ഫണ്ട് വിഡ്രോവൽസ് കിട്ടാറുണ്ട്, ചിലപ്പോൾ ഇൻസ്റ്റന്റ്ലി കിട്ടാറുണ്ട്. അത് ബ്രോക്കറിന്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വലിയ ബ്രോക്കേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇൻസ്റ്റന്റ്ലി നമുക്ക് കിട്ടണ ഇതുണ്ട്. പക്ഷെ അവർ കൂടുതൽ കമ്മീഷൻസ് ചാർജ് ചെയ്യും. പക്ഷെ ഈ പറയുന്ന റെഗുലേറ്റഡിന്റെ തന്നെ മാക്സിമം പോയാൽ 2 ബിസിനസ് ഡേയ്സ് ഒക്കെയാണ് വരാറ്. അതിൽ ലേറ്റ് ആവുന്ന ആൾക്കാർ ഇപ്പൊ ലെറ്റ്സ് പല ഒഴിവുകേട് നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള റീസൺസ് തരാത്ത പല ബ്രോക്കേഴ്സ് ഉണ്ട്. അങ്ങനത്തെ ആൾക്കാരൊക്കെ വരുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഈ സ്കാം ആയിട്ടുള്ള ബ്രോക്കേഴ്സ് ഇൻ കേസ് ഇപ്പോ ചിലപ്പോ സൊസൈറ്റിയിൽ കുറച്ച് ഒരു നല്ല ഫേസ് ഉള്ള ബ്രോക്കേഴ്സ് ആയിരിക്കും, ബട്ട് സ്റ്റിൽ അവർക്ക് ആ വിഡ്രോവൽ കൊടുക്കാൻ അവർക്ക് പറ്റാത്തത് കൊണ്ട് തന്നെയാണ് അവർ ഈ റോങ് സിഗ്നൽസ് കൊടുത്തിട്ട് അക്കൗണ്ട് വാഷ് ഔട്ട് ചെയ്യുന്നത്. സോ അക്കൗണ്ടിൽ അങ്ങനെ ഒരു പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ റെസ്പോൺസിബിൾ ആണ് നമുക്ക് വിഡ്രോവൽ തരാൻ. അറ്റ്ലീസ്റ്റ് അവർക്ക് ഒരു ആൻസർ പറയണം. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കും മിക്കവാറും അക്കൗണ്ട് വാഷ് ഔട്ട് ചെയ്തിട്ട് തന്നെ ഒരു ക്ലയന്റിനെ ഒഴിവാക്കാൻ. അപ്പൊ നമ്മൾ ഒരു ക്ലയന്റ് എന്താ വിചാരിക്കുക, അതിന്റെ മിസ്റ്റേക്ക് ആണ്, എന്റെ തെറ്റാണ്. ഇങ്ങനെ പല ആൾക്കാരും അവരുടെ ലോസസ് അവരുടെ മിസ്റ്റേക്ക് ആണെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഈ ബാക്ക് എൻഡില് ഈ പറഞ്ഞ പേര് ചേഞ്ച് ചെയ്യുന്നത്, നമ്മൾ ഇടുന്ന കമോഡിറ്റീസിന്റെ പേര് ബാക്ക് എൻഡിൽ ചില ബ്രോക്കേഴ്സിന് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ അങ്ങനെ ഞാൻ ഇതല്ലല്ലോ ചെയ്യാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് വാഷ് ഔട്ട് ആയി പോയിട്ടുള്ള കേസസ്, സ്റ്റോറി ഈസിലി മാനിപ്പുലേറ്റ് ചെയ്യുന്ന സെയിം സ്റ്റോറി പറഞ്ഞിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ആക്ച്വലി ഇന്ന ഒരു പെർട്ടിക്കുലർ കമോഡിറ്റീസിൽ ഇടാൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിലിടാൻ പറഞ്ഞിട്ട് നമ്മൾ ഇടുമ്പോൾ പറയും ഇതല്ലല്ലോ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇട്ടത് റോങ് ആണെന്നുള്ള സിറ്റുവേഷൻ, സെയിം സിനാരിയോ ഉണ്ടായിട്ടുണ്ട് കുറെ പേര്. ആൾക്കാർ ഇത് ശ്രദ്ധിക്കില്ല, എസ്പെഷ്യലി എക്സ്പീരിയൻസ്ഡ് അല്ലാത്തുള്ള ആൾക്കാർ എന്താ ചെയ്യാ, ഞാൻ ഇത് ശ്രദ്ധിക്കില്ല അവരെന്താണ് ചെയ്യണമെന്നുള്ളത്. അപ്പം കാരണം കുറെ എന്താ പറയാ പച്ചയും നീലയും ചോപ്പും കാണുന്നുണ്ട്, ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആണ്. പെട്ടെന്ന് ഒരു ബൈ ചെയ്യാനും സെല് ചെയ്യാനും പറയുമ്പം അങ്ങനെ ചെയ്തു പോവാണ്. അപ്പം പ്രോപ്പർലി പഠിച്ച് ചെയ്യുമ്പം അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. ചെയ്യുന്നുണ്ടെങ്കിൽ പഠിച്ചിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കുക.